ഇതിനു മുമ്പ് പറഞ്ഞ ശരീരത്തിൻ്റെ രൂപത്തിനെ കുറിച്ച് പറയുന്നു. ആനന്ദമായ ശരീരം, അതിലെല്ലാം നിറഞ്ഞിരിക്കുന്നു ബ്രഹ്മം എന്ന് പറഞ്ഞു. പക്ഷേ ഉടനെ ഒരു ശിഷ്യൻ ഒരു ചോദ്യം വന്നു. ബ്രഹ്മം ഇല്ലാത്തതാണെങ്കിൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? കാരണം ഈ അന്വേഷണം വന്നു, കോശങ്ങളെ ഓരോന്നിനെ നിരാകരിച്ചു കൊണ്ട് വന്നപ്പോൾ ഞാൻ ഇല്ല എന്നൊരവസ്ഥയിലേക്ക് എത്തി. അപ്പോഴവൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിക്കാം. ബ്രഹ്മം ഇല്ല എന്ന് വിചാരിക്കുന്നവൻ അസത്തായി ഇല്ലാത്തവനായി തീരുന്നു. ബ്രഹ്മം ഉണ്ട് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവൻ സത്തായി ഉള്ളവനായി ഭവിക്കുന്നു. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മൾ എപ്രകാരമാണോ ചിന്തിക്കുന്നത് അപ്രകാരമായി തീരും എന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട്. ഇവിടെ ഞാനില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? ബ്രഹ്മമാണ് നമ്മളുടെ ഉള്ളിൽ ജീവനായിരിക്കുന്നത്, ജീവഭാവത്തിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. ജീവഭാവം എന്നുള്ളത് ഒരു സാങ്കേതിക പദം മാത്രമാണ്. ദേഹത്തിനോട് ചേർന്നിരിക്കുന്ന ആത്മാവും, നമ്മളിപ്പോൾ അത് കണ്ടു. ആത്മാവും ജീവനും തമ്മിൽ വ്യത്യാസമില്ല, ജീവനും ദേഹവും തമ്മിലും വ്യത്യാസമില്ല. അപ്പോൾ ഇനി നമ്മൾ ദേഹത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നിടത്ത് ആത്മാവ് എന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ ഞാൻ ദേഹമല്ല, ഈ ദേഹം ബ്രഹ്മമല്ല എന്ന് പറയുന്ന ആൾ അവസാനം എന്ത് പറയണം? യഥാർത്ഥത്തിൽ ഇതിനെല്ലാം അധിഷ്ഠാനമായിട്ടൊരു ആത്മാവുണ്ട് എന്ന് പറയണം. പക്ഷെ ആ തലത്തിൽ എത്താത്ത ആളാണെങ്കിൽ 5 കോശങ്ങളെ നിരാകരിച്ച് കഴിയുമ്പോൾ പിന്നെ ഒന്നുമില്ല, ബ്രഹ്മം ഇല്ലാത്തതാണ് എന്ന് പറയുകയാണെങ്കിൽ കുടുങ്ങി. കാരണം അയാൾ അവനവൻ്റെ സ്വത്വത്തിനെ, ആത്മാവിനെ തന്നെ ഇല്ല എന്ന് പറയാം. ആത്മാവിനെ ഒരാൾക്കും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇല്ല എന്ന് ആർക്കെയും പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ എത്ര ഇരുട്ടത്ത് പോയി കഴിഞ്ഞാലും ഞാനുണ്ട് എന്നുള്ളത് അനുഭവമാണ്. ദേഹം കാണണമെങ്കിൽ ടോർച്ചടിച്ച് നോക്കണം. പക്ഷെ ഞാൻ ഉണ്ട് എന്ന അനുഭവം എപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ ഇല്ല എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ബ്രഹ്മം ഇല്ല എന്ന് പറയുന്ന ആൾ സ്വന്തം അസ്തിത്വത്തിനെ തന്നെയാണ് ഇല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് പറയുന്നു അവൻ അസത്തായി മാറുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഇല്ലാത്തവനായി മാറുന്നു. ഇല്ലാത്ത ലോകത്തിൻ്റെ ഭാഗമാണ് ഞാൻ എന്ന് വിചാരിക്കുന്നവൻ ഇല്ലാത്ത ലോകം തന്നെയാണ്. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഉള്ള ഒന്നിനെക്കുറിച്ച് ബോധം വേണം. ഇത് വിവേക ചൂടാമണിയിൽ എങ്ങനെയാണ് പറയുന്നത്? ഇല്ല എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നു ശിഷ്യനോട് ഗുരു. അപ്പോൾ പറഞ്ഞു ഇല്ല, ഒന്നുമില്ല എന്നുള്ളത് അറിയാലോ, നമ്മൾ ഓരോന്നിനെ നിരാകരിച്ച് കഴിഞ്ഞില്ലേ. അപ്പോൾ ഗുരു ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇല്ല എന്ന് അറിഞ്ഞത് ആര്? ഇല്ലായ്മയുടെ ഉണ്മ അറിഞ്ഞതാര്? ഹു നോസ് ദ എക്സിസ്റ്റൻസ് ഓഫ് നോൺ എക്സിസ്റ്റൻസ്? അങ്ങനെ ചോദിക്കാം. ഇല്ലായ്മയുടെ ഉണ്മ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ. കാരണം ഒരു സാധനം ഇല്ല എന്ന് ഞാൻ അറിയുന്നുണ്ട്. അപ്പം ആ ഇല്ലാത്തതായ വസ്തുവിനെ കുറിച്ച് അറിയുന്ന ഒരു ഞാൻ അപ്പോഴും ഉണ്ട്. ഇവിടെയാണ് ബുദ്ധൻ്റെ ശൂന്യവാദവും ശങ്കരാചാര്യരുടെ അദ്വൈതവും കൂടി മാറ്റം വരുന്നത്. അതുവരെ ശങ്കരാചാര്യരും ബുദ്ധനെല്ലാം പറഞ്ഞു പോയത് ഒരേ കാര്യങ്ങളാണ്. അങ്ങനെ ബുദ്ധൻ വന്ന് ശൂന്യവാദത്തിലെത്തി. ശൂന്യമാണ്, എല്ലാം ശൂന്യമാണ് എന്ന് പറഞ്ഞു നിന്നു. ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ഒരു കോൺട്രവേഴ്സി എന്താണെന്ന് പറഞ്ഞാൽ, ബുദ്ധൻ ശൂന്യം എന്ന് പറഞ്ഞത് ആത്മാവിനെ ഉദ്ദേശിച്ചാണോ ബ്രഹ്മത്തെ ഉദ്ദേശിച്ചാണോ? ഭാഷയിലല്ലേ വ്യത്യാസമുള്ളൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ശൂന്യം എന്ന് പറഞ്ഞത് ഒന്നുമില്ലായ്മയാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒന്നുമില്ലായ്മയാണ് എന്നാണ് ഇപ്പോൾ പൊതുവേ ബുദ്ധനെ കുറിച്ച് പറയുന്നവർ പറയുന്നത്. ശൂന്യവാദം എന്ന് പറയും. പ്രപഞ്ചത്തിനപ്പുറം ഒന്നുമില്ല, അതുകൊണ്ട് ദൈവമില്ല, അങ്ങനെ ഒരു വാദത്തിലുള്ളവർ. അപ്പം ശങ്കരാചാര്യർ ഈ തലം വരെ എത്തിയതിന് ശേഷം ബുദ്ധമതാനുയായികളോട് ചോദിക്കുന്നത് ഇല്ലായ്മയെക്കുറിച്ച് അറിഞ്ഞതാര്? ഒരു ഉണ്മ എപ്പോഴും ഉണ്ടല്ലോ. ഇല്ലായ്മയിൽ നിന്ന് അന്യമായിട്ട് എന്തോ ഒന്നുണ്ട്, അതുകൊണ്ടാണ് ഇല്ലായ്മയെ അറിഞ്ഞത്. അതെന്താണ്? അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു വസ്തു അനുഭവം ഇല്ല എന്നതാണ് നമ്മൾ ശരിക്കും പറയുന്നത്. ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സിനെ കൊണ്ടോ ബുദ്ധിയെ കൊണ്ടോ അറിയുന്ന വിധത്തിലുള്ള ഒരു സാധനം ഇല്ല. പക്ഷെ അപ്പോഴും ഇങ്ങനൊരു സാധനം ഇല്ല എന്നറിയുന്ന ഒരു അറിവ് നമ്മളുടെ ഉള്ളിൽ അപ്പോഴും ഉണ്ട്. ഇതിനാർക്കും നിരാകരിക്കാൻ പറ്റില്ല.
അവിടെയാണ് ഞാൻ ഇല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ അറിയുന്ന ഒരു ഞാൻ അപ്പോഴും ഉണ്ട്, സർവസാക്ഷിയായിട്ടൊരു ഞാൻ, ഇല്ലായ്മയെ കാണുന്ന ഞാൻ അപ്പോഴും ഉണ്ട്. അത് ബ്രഹ്മം. അതുകൊണ്ട് ഇത് ബ്രഹ്മമാകുന്നു, ബ്രഹ്മം ഉണ്ട് എന്നറിയുന്നവൻ അതിനെക്കുറിച്ച് ചിന്തിച്ച് അതുമായിട്ട് താതാത്മ്യം ഉണ്ടാവും. അവൻ എന്തായി മാറുന്നു? അവൻ സത്തായി മാറുന്നു. സത്തായി മാറുന്നു പറഞ്ഞാൽ ബ്രഹ്മമായി മാറുന്നു. അങ്ങനെ ബ്രഹ്മത്തിനെ സ്വീകരിച്ചുകൊണ്ട് ലക്ഷ്യമായി ജീവിക്കുന്നവർ, അതിനെ അറിയാനായിട്ട് ശ്രമിക്കുന്നവരെ പറയുന്ന പേരാണ് സത്പുരുഷൻ. ഇങ്ങനെയുള്ളവരെ സത്തുക്കൾ എന്നാ പറയുക, സത്തുക്കൾ. ഇപ്പോൾ വെറുതെ രുദ്രാക്ഷം ഇട്ട് കാവ്യം ഇട്ട് നടന്നാലൊന്നും സത് ആവില്ല. ബ്രഹ്മത്തിനെ അറിയാനുള്ളതും ബ്രഹ്മമല്ലാതെ എന്ന് നമ്മൾ തോന്നുന്നതിൻ്റെ സത്യാവസ്ഥ അറിയാനുമായിട്ടുള്ളൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കണം. ഈ ആത്മാന്വേഷണ ത്വരയുള്ളവരെയും അതിലേക്കായിട്ട് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നവരെയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവരും എല്ലാം കൂടി പറയുന്ന പേരാണ് സത്തുക്കൾ. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് കേൾക്കുന്ന എല്ലാവരും സത്തുക്കളാണ്. കാരണം ഇതിനോടുള്ളൊരു താല്പര്യമുണ്ട്, ഈശ്വരനോടുള്ളൊരു താല്പര്യമുണ്ട്, എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹമുണ്ട്, അവനവൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന്, മാറാത്ത എന്തോ ഒന്നുണ്ട്, അതെന്താണ് എന്നറിയാനുള്ളൊരു താല്പര്യമുണ്ട്. എനിക്ക് ആരോട് വേണമെങ്കിലും കളവ് പറയാം, പക്ഷെ എനിക്ക് എന്നോട് കളവ് പറയാൻ പറ്റുന്നില്ലല്ലോ. കാരണം സത്യം അറിയുന്നൊരു ഞാൻ അപ്പോഴും ഉണ്ട്. എന്താണ് സത്യം? പുറത്തേക്ക് നമുക്ക് ആരോട് വേണമെങ്കിൽ പറയാം. അപ്പം എല്ലാത്തിനും അറിയുന്ന ഒരു സാക്ഷി ഉള്ളിലുണ്ട്. ഇങ്ങനെ ആ ഉണ്മയെക്കുറിച്ച് ചിന്തിച്ച് അതിലേക്ക് നീങ്ങുന്ന ആ ജീവന്മാർ അല്ലെങ്കിൽ മനുഷ്യരെ പറയുന്ന പേരാണ് സത്തുക്കൾ. സത്തുക്കളായിട്ട് മാറുക. അപ്പം അസതോമാ സദ്ഗമയ നമ്മൾ സാധാരണ പറയുന്ന ഒരു മന്ത്രമാണ്, എത്രയോ പ്രാവശ്യം പറയില്ല, ഈ ക്ലാസ് കഴിയുമ്പോഴും പറയും. അസതോമാ സദ്ഗമയ. അസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജഗത്താണ്, മാറിക്കൊണ്ടിരിക്കുന്നത്. അത് സത്യമല്ല. സത്ത് എന്ന് പറഞ്ഞാൽ സത്യം ആണ്, 3 കാലങ്ങളിലും ഉള്ളത്, എപ്പോഴും ഉള്ളത്. ഭൂതം ഭാവി വർത്തമാനത്തിലുണ്ട്, ജാഗ്രത സ്വപ്ന സുഷുപ്തിയിൽ. ഇതിലൊന്നും മാറാതിരിക്കുന്നത് എന്താണോ അത് സത്ത്, അത് ബ്രഹ്മമാകുന്നു. ഈ ബ്രഹ്മത്തിൻ്റെ ഒരു ഭാവപ്രകടനമാണ് ജഗത്ത്. അതിനി നമ്മൾ മുന്നോട്ട് പഠിക്കാൻ പോകുന്ന ഭാഗമാണ്. സൃഷ്ടി എപ്പോഴും ഉണ്ടായി എന്ന ഭാഗമൊക്കെ വളരെ രസകരമായിട്ടുള്ള ഭാഗം. അപ്പോൾ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ജഗത്തിൽ നിന്നും, അസത്തായിരിക്കുന്ന ജഗത്തിൽ നിന്നും ഞാൻ സത്തിലേക്ക്, ബ്രഹ്മത്തിലേക്ക് എത്തട്ടെ. ഇതാണ് അസതോമാ സദ്ഗമയ എന്ന മന്ത്രം. ദേഹത്തിൽ നിന്നും, ദേഹബോധത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക് എത്തട്ടെ. പഞ്ചകോശങ്ങളെ തരണം ചെയ്ത് അതിനെല്ലാം സർവ അധിഷ്ഠാനമായിരിക്കുന്ന ബ്രഹ്മത്തിലേക്ക് എത്തട്ടെ. ഇതൊക്കെയാണ്. നമ്മൾ വെറുതെ മന്ത്രം ചൊല്ലിപ്പോയിട്ട് കാര്യമില്ല. ഓരോന്ന് ചൊല്ലുമ്പോഴും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും കൂടി അതിനകത്ത് പറയുന്നുണ്ട്. അസതോമാ സദ്ഗമയ. അത് തന്നെ ഇവിടെ പറയാൻ കാരണം, അസത്ത് ആയ ഈ ബ്രഹ്മം എന്ന് പറയുന്ന ആൾക്കാരും സത് ആണ് ബ്രഹ്മം എന്ന് പറയുന്ന ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമ്മൾ അസത്തിൽ നിന്നും സത്തിലേക്ക് എത്തണം. ബ്രഹ്മത്തിൻ്റെ അസത് ഭാവത്തിനെ മാറ്റി ബ്രഹ്മത്തിന് സർവ അധിഷ്ഠാനമാണ് ബ്രഹ്മം. ഈ കാണുന്നതിനെല്ലാം മാറാത്തൊരു ഉണ്മയുണ്ട്, അതെപ്പോഴുമുണ്ട്. ഇല്ലായ്മയിലും ഇല്ലായ്മയുടെ ഉണ്മയുണ്ട് എന്നറിയുന്ന ഭാവത്തിലേക്ക് മാറണം. ഇതാണ് ഈ പറഞ്ഞ മന്ത്രത്തിൻ്റെ അർത്ഥം. ഇങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ സകലതും ബ്രഹ്മമാണ് എന്നൊരവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുന്നുള്ളൂ. ലക്ഷ്യം എന്താണ്? സർവം ബ്രഹ്മമയം. സർവം ബ്രഹ്മമയമായി കഴിയുമ്പോൾ ഞാനും ബ്രഹ്മമയം, ഈ കാണുന്ന ദേഹവും ബ്രഹ്മമയം. ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എങ്കിൽ ഞാൻ എന്ന അഹങ്കാരം പിന്നെ എവിടെയുള്ളത്? അത് ഇല്ല. അത് ഞാൻ കൽപ്പിച്ചു, എൻ്റെ അജ്ഞാനം. അതാണ് എൻ്റെ പ്രശ്നം. അർജുനൻ പറഞ്ഞ പോലെ കാർപ്പണ്യദോഷോ അപഹത സ്വഭാവ പൃച്ഛാമിത്വാൻ ധർമ്മസമ്മൂഢ ചേതാവ്. അപ്പം കാർപ്പണ്യദോഷം, ആത്മജ്ഞാനം ഇല്ലായ്മയാണ് എൻ്റെ സകല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് അർജുനൻ അറിയരുത്. നമ്മളിപ്പോൾ അങ്ങനെ തന്നെയാണ്. ഞാൻ ബ്രഹ്മമല്ല എന്ന ബോധത്തിൽ നിന്നാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഒന്നായി നിന്നയിഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ പദമുണ്ടാവതല്ല മമ. അപ്പം ദുഃഖം മാറണമെങ്കിൽ ഒന്നാവുന്ന സ്ഥിതിയിലേക്ക്, ഏകത്വം എന്ന ഭാവത്തിലേക്ക് എത്തിച്ചേരണം. ശ്രമം വേണം. വെറുതെ നമ്മൾ എന്താ പറയുക, ഭക്തിയുടെ പ്രദർശനങ്ങളെ കൊണ്ട് കാര്യമില്ല. ഭക്തി എപ്പോഴും ചിത്തശുദ്ധിക്കായി കൊണ്ട് വരണം. ചിത്തശുദ്ധി ഉണ്ടെങ്കിലേ മനന പ്രക്രിയ, മനനം, ശ്രവണം, മനനം, നിധിധ്യാസം ഇത് വേണ്ട പോലെ നടക്കുള്ളൂ.
എല്ലാം കൂടി ഏകോപിപ്പിച്ചും കൊണ്ട് വേണം ആത്മാന്വേഷണം മുന്നോട്ട് പോകാൻ. ഇത്രയും കാര്യങ്ങളൊക്കെ ഈ 2 വരിക്കകത്ത് പറഞ്ഞു കഴിഞ്ഞു. ഉപനിഷത്ത് ഭാഷ എങ്ങനെയാണ്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, കുറച്ചേ പറയുള്ളൂ. ബാക്കി നമ്മൾ അതൊന്നും മനസ്സിലാക്കി എടുക്കണം. അങ്ങനെ സകലതും ബ്രഹ്മമാണ് എന്നൊക്കെ പറഞ്ഞു ശിഷ്യൻ അത് ബോധിച്ചു. ശരിയാണല്ലോ, ഒന്നുമില്ല എന്ന് പറയുമ്പോഴും ഇല്ലായ്മ അറിയുന്ന ഞാനുണ്ട്. ഓ കറക്റ്റ്. അപ്പം അതാണ് ശരിയായ അറിവ്.